എല്ലാവർക്കും സ്വാഗതം. നിങ്ങളുടെ കുട്ടിക്ക് നൽകാൻ കഴിയുന്ന ഏറ്റവും വിലപ്പെട്ട സമ്മാനങ്ങളിൽ ഒന്നിനെക്കുറിച്ചാണ് നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത്. അത് പണമോ കളിപ്പാട്ടങ്ങളോ ഒന്നുമല്ല, മറിച്ച് ഒരു സുരക്ഷിതമായ സാമ്പത്തിക ഭാവിയാണ്. അപ്പോൾ അതെങ്ങനെ തുടങ്ങാമെന്ന് നമുക്ക് നോക്കാം. നിങ്ങളൊരു രക്ഷിതാവാണെങ്കിൽ ഈ ചോദ്യം നിങ്ങളുടെ മനസ്സിൽ വന്നിട്ടുണ്ടാകുമല്ലേ? ഇതിന്റെ ഉത്തരം വെറുതെ പണം നൽകുന്നതിൽ ഒതുങ്ങുന്നില്ല. ശരിക്കുമുള്ള സമ്മാനമെന്ന് പറയുന്നത് പണത്തെക്കുറിച്ച് ചിന്തിക്കാനുള്ള ഒരു കഴിവും നിക്ഷേപം നേരത്തെ തന്നെ തുടങ്ങാനുള്ള ഒരവസരവും ഒരുക്കിക്കൊടുക്കുന്നതാണ്. അപ്പോൾ ഇതിന്റെയൊക്കെ അടിസ്ഥാനം എന്താണ്? ഫിനാൻഷ്യൽ ലിറ്ററസി അഥവാ സാമ്പത്തിക സാക്ഷരത. വളരെ സിമ്പിളായി പറഞ്ഞാൽ പണത്തെക്കുറിച്ച് മനസ്സിലാക്കാനും അതെങ്ങനെ ശരിയായി കൈകാര്യം ചെയ്യണമെന്നുമുള്ള കഴിവ്. നമ്മളിന്ന് ചർച്ച ചെയ്യാൻ പോകുന്ന എല്ലാ കാര്യങ്ങളുടെയും താക്കോൽ ഇതാണ്. ശരി, അപ്പോൾ നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം. എന്തുകൊണ്ടാണ് ഒരു കുട്ടിയുടെ പേരിൽ ഒരു ഇൻവെസ്റ്റ്മെന്റ് അക്കൗണ്ട് തുടങ്ങുന്നത് ഇത്രയും നല്ലൊരു കാര്യമാകുന്നത്? എന്തുകൊണ്ടാണ് നേരത്തെ തുടങ്ങണമെന്ന് എല്ലാവരും പറയുന്നത്? നമുക്ക് നോക്കാം. ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണെന്നോ? സമയം. ചെറുപ്പത്തിൽ തന്നെ തുടങ്ങുന്ന നിക്ഷേപങ്ങൾക്ക് കൂട്ടുപലിശയുടെ ഒരു മാന്ത്രിക ശക്തി കിട്ടും. ഒന്ന് ആലോചിച്ചു നോക്കൂ, ഓരോ മാസവും ഒരു ചെറിയ തുക, ഒരു 1000 രൂപ വെച്ച് നിക്ഷേപിച്ചാൽ പോലും 18 വർഷം കഴിയുമ്പോൾ അതെത്ര വലിയൊരു തുകയായി മാറും. അതാണ് നേരത്തെ തുടങ്ങുന്നതിന്റെ ഏറ്റവും വലിയ ഗുണം. ഇത് വെറുതെ പൈസ ഉണ്ടാക്കാൻ വേണ്ടി മാത്രമല്ല കേട്ടോ. ഒരു ഇൻവെസ്റ്റ്മെന്റ് അക്കൗണ്ട് നോക്കി നടത്തുന്നത് വഴി കുട്ടികൾക്ക് സ്റ്റോക്ക് മാർക്കറ്റിനെക്കുറിച്ചും റിസ്ക് എങ്ങനെ മാനേജ് ചെയ്യാമെന്നതിനെക്കുറിച്ചും പിന്നെ സമ്പാദ്യത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ചുമൊക്കെ ചെറുപ്പത്തിൽ തന്നെ പഠിക്കാൻ പറ്റും. സ്വന്തമായി ഒരു ലക്ഷ്യം വെച്ച് അതിനുവേണ്ടി പണം സമ്പാദിച്ച് ആ ലക്ഷ്യം നേടുമ്പോൾ കുട്ടികൾക്ക് കിട്ടുന്ന ഒരു സന്തോഷവും ആത്മവിശ്വാസവുമുണ്ട്. അത് അവരുടെ ഉള്ളിലൊരു ഉത്തരവാദിത്ത ബോധം വളർത്തും. ഈ അനുഭവം അവരുടെ ജീവിതത്തിൽ വലിയൊരു മുതൽക്കൂട്ട് തന്നെയായിരിക്കും. ഓക്കെ, അപ്പോൾ എന്തുകൊണ്ട് എന്ന് നമുക്കിപ്പോൾ മനസ്സിലായി. ഇനി എങ്ങനെ എന്നതിലേക്ക് കടക്കാം. അതിലെ ഏറ്റവും ആദ്യത്തെ സ്റ്റെപ്പ് ഈ നിക്ഷേപത്തിന് ഒരു ലക്ഷ്യം കണ്ടെത്തുക എന്നതാണ്. കുട്ടികൾ തീരെ ചെറുതാണെങ്കിൽ തീർച്ചയായും അവരുടെ പഠിത്തം പോലെയുള്ള വലിയ കാര്യങ്ങൾ നമുക്ക് ലക്ഷ്യമായി വയ്ക്കാം. പക്ഷെ അവർ കുറച്ചുകൂടെ വലുതാകുമ്പോൾ ഒരു പുതിയ സൈക്കിൾ വാങ്ങാനോ വീഡിയോ ഗെയിം വാങ്ങാനോ ഒക്കെയായി പണം സമ്പാദിക്കാൻ അവരെ പ്രോത്സാഹിപ്പിക്കാം. അപ്പോൾ അവർക്ക് ആ നിക്ഷേപത്തിൽ ഒരു സ്വന്തം എന്ന ഫീൽ വരും. അടുത്തത് ഇതിന്റെ കുറച്ച് ഒഫീഷ്യൽ കാര്യങ്ങളാണ്. KYC. പക്ഷേ ഈ പേപ്പർ വർക്ക് എന്നൊക്കെ കേട്ട് പേടിക്കാനൊന്നുമില്ല. ഇത് ശരിക്കും വളരെ സിമ്പിളായ ഒരു പ്രോസസ്സാണോ? സത്യം പറഞ്ഞാലേ, നിങ്ങൾ വിചാരിക്കുന്നതിലും എത്രയോ എളുപ്പമാണ് ഒരു മൈനർ അക്കൗണ്ട് തുറക്കാനുള്ള KYC പ്രോസസ്സ്. വേണ്ട ഡോക്യുമെന്റ്സ് ഒക്കെ കയ്യിലുണ്ടെങ്കിൽ സംഗതി പെട്ടെന്ന് തീരും. അപ്പോൾ എന്തൊക്കെയാണ് വേണ്ടത് എന്ന് നോക്കാം. ഒന്നാമതായി കുട്ടിയുടെ വയസ്സ് തെളിയിക്കുന്ന രേഖ, അതായത് ബർത്ത് സർട്ടിഫിക്കറ്റ്. അത് നിർബന്ധമാണ്. പിന്നെ രക്ഷിതാവിന്റെ അഡ്രസ് പ്രൂഫ് അടക്കമുള്ള KYC രേഖകൾ വേണം. കുട്ടിയുടെ പേരിലൊരു ബാങ്ക് അക്കൗണ്ട് നിർബന്ധമാണ്, അതിന്റെ രേഖകളും വേണം. പാൻ കാർഡ് ഓപ്ഷണലാണ്, ഉണ്ടെങ്കിൽ കൊടുക്കാം, ഇല്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല. അപ്പോ അക്കൗണ്ട് തുറന്നു. അതോടെ കഴിഞ്ഞോ? ഇല്ല, അതൊരു തുടക്കം മാത്രമാണ്. യഥാർത്ഥ വളർച്ച വരുന്നത് സ്ഥിരമായിട്ടുള്ള നമ്മുടെ ഇടപെടലിലൂടെയും നല്ല ശീലങ്ങൾ വളർത്തിയെടുക്കുന്നതിലൂടെയുമാണ്. അതെങ്ങനെയാണെന്ന് നോക്കാം. ഇനി ചെയ്യേണ്ടത് ഈ 3 കാര്യങ്ങളാണ്. വളരെ സിമ്പിളാണ്. 1. നല്ലൊരു പ്ലാറ്റ്ഫോം തിരഞ്ഞെടുക്കുക. 2. കുട്ടിയുമായി ഒരുമിച്ചിരുന്ന് നിക്ഷേപങ്ങൾ എങ്ങനെ പോകുന്നു എന്ന് നിരീക്ഷിക്കുക. പിന്നെ 3. ചെറിയ തുകയാണെങ്കിലും പതിവായി നിക്ഷേപിക്കാൻ അവരെ പ്രോത്സാഹിപ്പിക്കുക. ഒരു പ്ലാറ്റ്ഫോം തിരഞ്ഞെടുക്കുമ്പോൾ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കണം. കുട്ടികൾക്ക് പോലും എളുപ്പത്തിൽ മനസ്സിലാകുന്ന ഉണ്ടായിരിക്കണം. പിന്നെ അവർക്ക് കാര്യങ്ങൾ പഠിക്കാൻ പറ്റുന്ന ആർട്ടിക്കിൾസോ വീഡിയോസോ ഒക്കെ ഉണ്ടെങ്കിൽ വളരെ നല്ലതാണ്. ഓട്ടോ ഡെബിറ്റ് പോലെയുള്ള സൗകര്യങ്ങളുണ്ടെങ്കിൽ എല്ലാ മാസവും കൃത്യമായി പണം അക്കൗണ്ടിലേക്ക് പോകുന്നത് അവർക്ക് കാണാനും പഠിക്കാനും സാധിക്കും. ഇവിടെയാണ് ഏറ്റവും മുഖ്യമായ കാര്യം. നിങ്ങൾ എത്ര പണം നിക്ഷേപിക്കുന്നു എന്നതിനേക്കാൾ പ്രധാനം അതെത്രത്തോളം സ്ഥിരമായി ചെയ്യുന്നു എന്നതാണ്. ഒരു ചെറിയ തുകയാണെങ്കിൽ പോലും എല്ലാ മാസവും മുടങ്ങാതെ നിക്ഷേപിക്കുന്നത് കാലക്രമേണ വലിയൊരു വ്യത്യാസമുണ്ടാക്കും, ഉറപ്പാണ്. അപ്പോൾ നമ്മൾ ഇതിന്റെ അവസാന ഭാഗത്തേക്കെത്തുകയാണ്. വെറുതെ പണമുണ്ടാക്കുക എന്നതിനപ്പുറം ഇതിന്റെയൊക്കെ യഥാർത്ഥ പ്രയോജനമെന്താണ്? നമുക്ക് നോക്കാം. ഇതൊന്നോർക്കണം. നിങ്ങൾ കുട്ടിയുടെ പേരിൽ ഒരു ഇൻവെസ്റ്റ്മെന്റ് തുടങ്ങുമ്പോൾ നിങ്ങൾ വളർത്തുന്നത് അവരുടെ ബാങ്ക് ബാലൻസ് മാത്രമല്ല, സാമ്പത്തിക കാര്യങ്ങളിൽ അറിവും കഴിവുമുള്ള ഒരു വ്യക്തിയെ കൂടിയാണ് നിങ്ങൾ വളർത്തിയെടുക്കുന്നത്. ജീവിതകാലം മുഴുവൻ അവർക്ക് ഉപകാരപ്പെടുന്ന ഒരു പാഠമാണത്. അപ്പോൾ ഈ ചർച്ച ഇവിടെ അവസാനിപ്പിക്കുമ്പോൾ എനിക്ക് നിങ്ങളോടൊരു ചോദ്യമുണ്ട്. നിങ്ങളുടെ കുട്ടിയുമായി നിങ്ങൾ പങ്കുവയ്ക്കാൻ പോകുന്ന ആദ്യത്തെ സാമ്പത്തിക പാഠം എന്തായിരിക്കും? ഒന്ന് ആലോചിച്ചു നോക്കൂ. എന്നിട്ട് ആ യാത്രയ്ക്ക് ഇന്ന് തന്നെ തുടക്കമിടുക.